The journey of 1,000 miles begins with a single step. Learning English is your journey. Start today. Welcome to Brilliant English. ഹലോ. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അതെ, ഇന്ന് ക്ലാസ്സിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന ഒരു കോൺവെർസേഷൻ നോക്കാമല്ലേ? അത് നന്നായിരിക്കും. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ശരിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ പറയുമ്പോൾ കൂടെ പറയാനും ശ്രമിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം, ഹേ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഇംഗ്ലീഷില് ഹേ, ഹൗ വാസ് ക്ലാസ് ടുഡേ? ഇതിലെ വാക്കുകൾ നോക്കാം. ഹേ, അത് നമ്മൾ ഒരാളെ വിളിക്കാൻ, ശ്രദ്ധ ക്ഷണിക്കാനൊക്കെ ഉപയോഗിക്കും, അല്ലേ? ഹേ. അതെ. ഹൗ, എങ്ങനെ. വാസ്, ആയിരുന്നു. ക്ലാസ്, ക്ലാസ്. ടുഡേ, ഇന്ന്. സിമ്പിൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാലോ? പറയാം. ഹേ, ഹൗ വാസ് ക്ലാസ് ടുഡേ? ഒന്നുകൂടി എല്ലാവരും പറയണേ. ഹേ, ഹൗ വാസ് ക്ലാസ് ടുഡേ? പെർഫെക്റ്റ്. ഇനി ഇതിനൊരു മറുപടി വേണ്ടേ? കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷില് ഇറ്റ് വാസ് ഓക്കെ. ഇറ്റ് അതല്ലെങ്കിൽ ഇത്, വാസ് ആയിരുന്നു, ഓക്കെ ശരി അല്ലെങ്കിൽ കുഴപ്പം ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇത് ഒരുമിച്ച് പറയാം. ഇറ്റ് വാസ് ഓക്കെ. ഒന്നുകൂടി. ഇറ്റ് വാസ് ഓക്കെ. ഗ്രേറ്റ്. ഇനി അടുത്ത ചോദ്യം, ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഗൈസ് ഡു ഇൻ ക്ലാസ്? ഇത് കുറച്ച് നീളമുണ്ടല്ലേ. നോക്കാം. വാട്ട്, എന്ത്. ഡിഡ്, ചെയ്തു. ഇത് ചോദ്യമുണ്ടാക്കാൻ സഹായിക്കുന്ന വാക്കാണ് കേട്ടോ. ശരി. യു ഗൈസ്, നിങ്ങൾ. ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ഗൈസ് എന്ന് ചേർക്കാം. യു ഗൈസ്, നിങ്ങൾ. ഓക്കെ. ഡു, ചെയ്യുക. ഇൻ, ഇൽ. ക്ലാസ്, ക്ലാസ്സിൽ. അപ്പോ ക്ലാസ്സിൽ എന്തു ചെയ്തു? ശരി. അപ്പൊ ഇത് മുഴുവനായി ഒരുമിച്ച് പറയാം. വാട്ട് ഡിഡ് യു ഗൈസ് ഡു ഇൻ ക്ലാസ്? ഒന്നുകൂടി. വാട്ട് ഡിഡ് യു ഗൈസ് ഡു ഇൻ ക്ലാസ്? നന്നായിട്ടുണ്ട്. ഇതിന്റെ മറുപടി, രാവിലെ ഞങ്ങൾക്ക് ഒരു കണക്ക് പരീക്ഷയുണ്ടായിരുന്നു. വി ഹാഡ് എ മാത്ത് ടെസ്റ്റ് ഇൻ ദി മോർണിംഗ്. വി, ഞങ്ങൾ. ഹാഡ്, ഉണ്ടായിരുന്നു. എ, ഒരു. മാത്ത് ടെസ്റ്റ്, കണക്ക് പരീക്ഷ. മാത്ത് ടെസ്റ്റ്. അതെ. ഇൻ ദി മോർണിംഗ്, രാവിലെ. അപ്പോ ഇത് ഒരുമിച്ച് പറയാം. വി ഹാഡ് എ മാത്ത് ടെസ്റ്റ് ഇൻ ദി മോർണിംഗ്. ഒന്നുകൂടി പറയൂ. വി ഹാഡ് എ മാത്ത് ടെസ്റ്റ് ഇൻ ദി മോർണിംഗ്. ശരി. അപ്പോ പരീക്ഷയുടെ കാര്യം കേട്ടപ്പോ, അയ്യോ ശരിക്കും അതെങ്ങനെയുണ്ടായിരുന്നു? ഓ റിയലി, ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഓ റിയലി, ഓ ശരിക്കും. ഹൗ, എങ്ങനെ. ഡിഡ് ഇറ്റ് ഗോ, അതെങ്ങനെ പോയി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയെപ്പറ്റിയാണല്ലോ ചോദിക്കുന്നത്. അതെ അതെ. അപ്പോ ഒരുമിച്ച് പറയാം. ഓ റിയലി, ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഒന്നുകൂടി. ഓ റിയലി, ഹൗ ഡിഡ് ഇറ്റ് ഗോ? സിമ്പിൾ അല്ലേ? ആണ്. അപ്പോ അതിന്റെ മറുപടി, എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ ഡിഡ് വെൽ. ഐ തിങ്ക്, കരുതുന്നു അല്ലെങ്കിൽ തോന്നുന്നു. ഐ ഡിഡ് വെൽ, ഞാൻ നന്നായി ചെയ്തു. ഓക്കെ, ഇത് ഒരുമിച്ച് പറയാം. ഐ തിങ്ക് ഐ ഡിഡ് വെൽ. ഒന്നുകൂടി. ഐ തിങ്ക് ഐ ഡിഡ് വെൽ. നന്നായി. അത് കേട്ടപ്പോ ഒരു സന്തോഷം. അത് കൊള്ളാലോ. വേറെന്തുണ്ടായി? ദാറ്റ്സ് നൈസ്. വാട്ട് എൽസ് ഹാപ്പൻഡ്? ദാറ്റ്സ് നൈസ്, അതായത് ദാറ്റ് ഇസ്, അത്. നൈസ്, നല്ലത്, കൊള്ളാം. വാട്ട് എൽസ്, വേറെ എന്ത്. ഹാപ്പൻഡ്, സംഭവിച്ചു. ക്ലിയർ. അപ്പൊ ഒരുമിച്ച് പറയാം. ദാറ്റ്സ് നൈസ്. വാട്ട് എൽസ് ഹാപ്പൻഡ്? ഒന്നുകൂടി. ദാറ്റ്സ് നൈസ്. വാട്ട് എൽസ് ഹാപ്പൻഡ്? ഓക്കെ. ക്ലാസ്സിൽ നടന്ന വേറൊരു കാര്യം പറയാണ്. ഞങ്ങളൊരു സയൻസ് വീഡിയോ കണ്ടു. അത് രസകരമായിരുന്നു. വി വാച്ച്ഡ് എ സയൻസ് വീഡിയോ. ഇറ്റ് വാസ് ഫൺ. വി, ഞങ്ങൾ. വാച്ച്ഡ്, കണ്ടു. എ സയൻസ് വീഡിയോ, ഒരു സയൻസ് വീഡിയോ. ഇറ്റ് വാസ് ഫൺ, അത് രസകരമായിരുന്നു. ഫൺ, രസം. ഓക്കെ, ഇത് ഒരുമിച്ച് പറയാം. വി വാച്ച്ഡ് എ സയൻസ് വീഡിയോ. ഇറ്റ് വാസ് ഫൺ. ഒന്നുകൂടി. വി വാച്ച്ഡ് എ സയൻസ് വീഡിയോ. ഇറ്റ് വാസ് ഫൺ. വെരി ഗുഡ്. ഇനിയിപ്പോ ഹോംവർക്കിന്റെ കാര്യം ചോദിക്കണ്ടേ? നിനക്ക് എന്തെങ്കിലും ഹോംവർക്ക് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് എനി ഹോംവർക്ക്? ഡിഡ് യു ഗെറ്റ്, നിനക്ക് കിട്ടിയോ? ഇനി എന്തെങ്കിലും ഹോംവർക്ക്. സിമ്പിൾ. ഒരുമിച്ച് പറയാം. ഡിഡ് യു ഗെറ്റ് എനി ഹോംവർക്ക്? ഒന്നുകൂടി. ഡിഡ് യു ഗെറ്റ് എനി ഹോംവർക്ക്? നന്നായി. അതിനുള്ള മറുപടി, ഇംഗ്ലീഷിന് കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. യാ, ജസ്റ്റ് സം റീഡിംഗ് ഫോർ ഇംഗ്ലീഷ്. അതെ, ജസ്റ്റ്, വെറും, അല്ലെങ്കിൽ കുറച്ചു മാത്രം എന്ന അർത്ഥത്തിൽ. ഓക്കെ. സം റീഡിംഗ്, കുറച്ചു വായന. ഫോർ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിനു വേണ്ടി. ശരി. ഇതൊരുമിച്ച് പറയാം. യാ, ജസ്റ്റ് സം റീഡിംഗ് ഫോർ ഇംഗ്ലീഷ്. ഒന്നുകൂടി. യാ, ജസ്റ്റ് സം റീഡിംഗ് ഫോർ ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോ അത് കേട്ടപ്പോ ചോദിക്കുകയാണ്, നീ അത് ഇതിനകം ചെയ്തു തീർത്തോ?
ഡിഡ് യു ഫിനിഷ് ഇറ്റ് ഓൾറെഡി? ഡിഡ് യു ഫിനിഷ് നീ തീർത്തോ? ഇറ്റ് അത് ഓൾറെഡി ഇതിനകം നേരത്തെ തന്നെ. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് പറയാം. ഡിഡ് യു ഫിനിഷ് ഇറ്റ് ഓൾറെഡി? ഒന്നുകൂടി. ഡിഡ് യു ഫിനിഷ് ഇറ്റ് ഓൾറെഡി? ശരി. അതിന് മറുപടി, ഇല്ല, ഞാൻ ഡിന്നർ കഴിഞ്ഞിട്ട് ചെയ്യാം. നോട്ട് യെറ്റ്, ഐൽ ഡു ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. നോട്ട് യെറ്റ് ഇതുവരെ ഇല്ല. ആയൽ അതായത് ഐ വിൽ ഞാൻ ചെയ്യും. ഡു ഇറ്റ് അത് ചെയ്യാം. ആഫ്റ്റർ ശേഷം. ഡിന്നർ ഡിന്നർ രാത്രി ഭക്ഷണം. ഓക്കെ, ഇത് ഒരുമിച്ച് പറയാം. നോട്ട് യെറ്റ്, ഐൽ ഡു ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. ഒന്നുകൂടി. നോട്ട് യെറ്റ്, ഐൽ ഡു ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. വെരി ഗുഡ്. ഇനി ഒരു സഹായം ഓഫർ ചെയ്യുകയാണ്. ശരി, നിനക്ക് സഹായം വേണമെങ്കിൽ പറയണം. ഓൾ റൈറ്റ്, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ്. ഓൾ റൈറ്റ് ശരി. ലെറ്റ് മീ നോ എന്നെ അറിയിക്കൂ. ഇഫ് എങ്കിൽ. യു നീഡ് നിനക്ക് വേണമെങ്കിൽ. ഹെൽപ്പ് സഹായം. ക്ലിയർ? ഒരുമിച്ച് പറയാം. ഓൾ റൈറ്റ്, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ്. ഒന്നുകൂടി. ഓൾ റൈറ്റ്, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ്. ഓക്കെ. അപ്പോൾ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ശരി, നന്ദി. ഓക്കെ, താങ്ക്സ്. വളരെ സിമ്പിൾ. ഓക്കെ, ശരി, താങ്ക്സ്, നന്ദി. ഒരുമിച്ച് പറയാം. ഓക്കെ, താങ്ക്സ്. ഒന്നുകൂടി. ഓക്കെ, താങ്ക്സ്. നന്നായിട്ടുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത് ബ്രില്യൻ്റ് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഓർത്തു വെച്ചോളൂ. 995558 അതെ. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെ, ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ചില്ലേ കുറേ വാചകങ്ങള്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണം കേട്ടോ. തീർച്ചയായും അത് മറക്കരുത്. ഓക്കെ, സോ റിമെമ്പർ, പ്രാക്ടീസ് മേക്സ് പ്രോഗ്രസ്, നോട്ട് പെർഫെക്റ്റ്. കീപ് ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ.